ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ കുക്കിംഗ് ആണല്ലോ. അപ്പോൾ നല്ല പഴുത്ത മാങ്ങ കിട്ടിയായിരുന്നു. ഈ മാങ്ങാക്കറി ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പൊന്നുവിനും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അവളിവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി ഉപ്പിലിട്ട് വെക്കാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ മാങ്ങ നല്ലപോലെ കഴുകി ഉണക്കിയിട്ട് ഉപ്പിലിട്ട് വെക്കാം. അത് അവൾ വരുമ്പോൾ ഇനി എടുത്ത് കറി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ തൊളി പൊളിച്ചെടുത്തിട്ടാണ് ഞാൻ കറി വയ്ക്കുന്നത്. ചിലർ തൊളി പൊളിക്കാതെയും വയ്ക്കുമായിരിക്കും, എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ അങ്ങനെയാണ് പഠിച്ചത്. എൻ്റെ അമ്മയും എൻ്റെ ചേച്ചിയും ബെന്നിയുടെ അമ്മയും എല്ലാം അങ്ങനെയാണ് വയ്ക്കുന്നത്. അങ്ങനെ കണ്ടു പഠിച്ചതാണ്. ഇങ്ങനെ മാങ്ങ പൊളിക്കുന്നത് എനിക്ക് അത്രയും ഇഷ്ടമുള്ള കാര്യമല്ല. നമ്മൾ പിച്ചാത്തി വെച്ച് അത് ചെത്താൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പൊളിച്ചെടുക്കുന്നത്. കുക്കിങ്ങിൽ ഓരോരുത്തർക്കും ഓരോരോ പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലേ. ഓരോരുത്തരുണ്ടാക്കുന്ന ചില സാധനങ്ങൾ നമ്മൾ എത്ര ഉണ്ടാക്കിയത് കഴിച്ചാലും ആ ടേസ്റ്റ് വരത്തില്ല. ഞാനിപ്പോൾ അങ്ങനെ 2-3 പേരുടെ ടേസ്റ്റ് മിസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇത്രയും മാങ്ങ പൊഴിച്ചപ്പോൾ ഒരെണ്ണം കഴിക്കാതെ എങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നത്. ഇങ്ങനെ കഴിക്കുമ്പോൾ ഇതിന് ടേസ്റ്റ് കൂടുതലാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ കഴിക്കുന്നതാണ്. പക്ഷേ ബെന്നിക്കിഷ്ടം കറി വയ്ക്കുന്നതാണ്. അപ്പം മാങ്ങ എല്ലാം പൊഴിച്ചു, അത് മുങ്ങുന്ന അത്രയും വെള്ളം ഇട്ടിട്ടുണ്ട്. പച്ചമുളക് ആവശ്യമനുസരിച്ച് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം. ഞാൻ 3 പച്ചമുളകേ ഇട്ടിട്ടുള്ളൂ. മാങ്ങയ്ക്ക് നല്ല മധുരമാണ്, അതുകൊണ്ട് 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. തേങ്ങ ചിരണ്ടാൻ ഞാനിപ്പോൾ പുതിയൊരു ചിരവ മേടിച്ചായിരുന്നു, ഓൺലൈനിൽ മേടിച്ചതാണ്. അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മൾ എവിടെ വേണമെങ്കിലും, ടേബിളിലോ എവിടെയെങ്കിലും ബെഞ്ചിലോ എവിടെ വെച്ച് വേണമെങ്കിലും നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. സ്പേസ് കുറച്ചുള്ളവർക്ക് ഇത് നല്ല യൂസ്ഫുള്ളാണ്. തേങ്ങ, വെളുത്തുള്ളി, ജീരകം ഇത്രയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സിയിൽ അരച്ചെടുക്കുക. പച്ചമുളക് അരച്ച് ചേർക്കുന്നവരുമുണ്ട്, ഞാൻ അല്ലാതെയാണ് ചേർക്കുന്നത്. അരച്ച് ചേർത്താൽ ചിലപ്പോൾ ഒരു പച്ച ചുവ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ തേങ്ങ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അധികം വെള്ളം ചേർക്കണ്ട, എന്ന് വെച്ചാൽ നമുക്ക് കറിക്കകത്ത് വെള്ളമുണ്ട്. മാങ്ങ വേകാൻ ഒത്തിരി സമയമൊന്നും വേണ്ട, 2 തള തിളച്ച് കഴിയുമ്പം വേകും. അപ്പം ഞാൻ ഈ 3 പച്ചമുളക് ഇട്ടിട്ട് തിളച്ച് കഴിഞ്ഞപ്പം എരിവ് ഇച്ചിരി കൂടുതലാണ്. അതേന്ന് ഞാൻ 2 പച്ചമുളക് തിരിച്ചെടുത്തു. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പുളിയും മധുരവും എല്ലാം കൂടെ ബാലൻസ് കിട്ടുന്ന പോലെ ഉപ്പ് കണക്കിന് ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മൾ തേങ്ങ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിനകത്ത് ചേർത്ത് കൊടുക്കണം. തേങ്ങ അരപ്പ് ചേർത്ത് മിക്സി ജാറിലിരുന്നതും ഒരു തുള്ളി വെള്ളം ഒഴിച്ച് കഴുകി ഒഴിച്ചിട്ടുണ്ട്. അധികം വെള്ളം ചേർക്കണ്ട. ഇത് നല്ലപോലെ വെട്ടി തിളയ്ക്കരുത്. സൈഡെല്ലാം തിളച്ച് വരുമ്പോൾ നല്ലപോലെ ഇളക്കി കൊടുത്ത് നിർത്തുക. എന്നിട്ട് കടുക് പൊട്ടിക്കണം. ആദ്യം ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു, കറിവേപ്പില ഇട്ടു, ചുവന്നുള്ളി 3-4 എണ്ണം അരിഞ്ഞിട്ടു. അപ്പോൾ ഇതെല്ലാം കൂടെ ഒപ്പിച്ച് ആ കറിക്കകത്ത് ഒഴിക്കുക. വെളിച്ചെണ്ണ നല്ലപോലെ ചേർത്താൽ നല്ല മണവും നല്ല ടേസ്റ്റുമാണ്. ഞാനപ്പോൾ എണ്ണ തീരെ കുറച്ചേ എല്ലാത്തിനും ചേർക്കത്തുള്ളൂ, അതുകൊണ്ടാണ്. എന്നിട്ട് നമ്മളിത് ആ കറിക്കകത്ത് ചേർത്ത് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. അടിപൊളി കറി റെഡിയാണ്. ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.